ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലാൻ ലോകം. അല്പസമയത്തിനകം കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകും. മാർപ്പാപ്പയുടെ മൃതദേഹം വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്ന് സെയിന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് കൊണ്ടുപോകും. മെരുലാന റോഡ് വഴിയാണ് വിലാപയാത്ര കടന്നു പോവുക. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും ജോർജ് കുര്യനും ഉൾപ്പെടുന്ന സംഘം ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 170 ലോക നേതാക്കളും സംസ്കാര ശുശ്രൂഷകൾക്ക് എത്തിയിട്ടുണ്ട്. വത്തിക്കാനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി PP ജെയിംസ് ആദ്യം ചേരുന്നു. ഒപ്പം ഫാദർ ആന്റണി വടക്കേക്കര, അദ്ദേഹം സിറോ മലബാർ സഭയുടെ വക്താവാണ്. അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നമ്മളോടൊപ്പം അടുത്ത മണിക്കൂറുകളിൽ പങ്കെടുക്കും. ആദ്യം PP ജെയിംസിലേക്ക്. PP ജെയിംസ്, അവിടുത്തെ ചടങ്ങുകൾ, അതിൻ്റെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ടോ? വിലാപയാത്രയാണല്ലോ ആദ്യം നടക്കേണ്ടത്, അതിന്റെ സമയമാണോ ഇപ്പോൾ? വിജയകുമാർ, ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും ഏതാണ്ട് 6-7 കിലോമീറ്റർ ചുറ്റളവിൽ തിങ്ങി നിറഞ്ഞ് ജനം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമറകൾക്കൊന്നും സിഗ്നൽ കിട്ടാത്ത പ്രശ്നമുണ്ട്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകളും അതുപോലെ തന്നെ ആദരാഞ്ജലി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ലോക നേതാക്കൾ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, അതുപോലെ ഉക്രൈന്റെ പ്രസിഡന്റ് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് വ്ളാഡിമിർ സെലൻസ്കി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനി അടക്കമുള്ളവരുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ഒക്കെ ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഇവിടെ നമ്മുടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് ചുറ്റും യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറന്നിരിക്കുകയാണ്. അതിന്റെ ശബ്ദം അതിശക്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ലൈറ്റ് ഇട്ട് തെളിച്ചതുപോലെ നല്ല സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ വെളിച്ചം കൊണ്ട് ശക്തമാക്കിയ ഒരു ലോക നേതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ അവര് വത്തിക്കാൻ പറയുന്നത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദരിദ്രരും അതുപോലെ തന്നെ കുടിയേറ്റക്കാരും അഭയാർത്ഥികളുമായിട്ടുള്ള ആൾക്കാർക്കാണ്. അവരുടെ ഉടനീളം അന്ത്യയാത്രയിൽ, വിലാപയാത്രയിൽ മാർപ്പാപ്പയെ അനുഗമിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്ന അവർക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് വിജയകുമാർ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഏതാനും മിനിറ്റുകൾക്കകം, ഏതാണ്ട് ഇവിടുത്തെ ഇന്ത്യൻ സമയം 1:30 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. അപ്പൊ കുർബാന കഴിഞ്ഞു. കുർബാനയ്ക്ക് നേതൃത്വം നൽകാൻ 150-ലേറെ കർദിനാളന്മാർ, 100 കണക്കിന് മെത്രാന്മാർ അടക്കമുള്ളവരുണ്ടായിരുന്നു. ഇപ്പൊ ലോക നേതാക്കൾ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് ഈ ഞാനിപ്പോ നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആളുണ്ട്. അതിന്റെ പുറത്തേക്ക് 6-7 കിലോമീറ്റർ നിറഞ്ഞു കവിഞ്ഞ് ആൾക്കാർ എത്തിയിരിക്കുകയാണ്. ഒരു തരത്തിലും മൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ. സാധാരണ ഇവിടുത്തെ വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ അവർ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5 ലക്ഷത്തിലേറെ പേർ റോമിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ, ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. അതിലെ യൂറോവിഷൻ പോലുള്ള അവർക്ക് പ്രത്യേക ബാൽക്കണി തന്നെ അവർ കെട്ടിയിട്ടുണ്ട്. CNN, അതുപോലെ തന്നെ BBC, ലോക മാധ്യമങ്ങൾ, അത് ആഫ്രിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒക്കെ നിരവധി മാധ്യമ പ്രവർത്തകർ ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇവിടെ സിഗ്നലുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണുള്ളത്. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയിരുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവ് ഇവിടെ കാണാം. അവിടെ നിന്നാണ് മാർപ്പാപ്പമാർ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്.